ഞാൻ ഡോക്ടർ കുലിയോപോൾ, ഡെർമറ്റോളജിസ്റ്റ് ആണ് ഇവിടെ ഗ്രേസ് ആൻഡ് ഗ്ലോ സ്കിൻ ക്ലിനിക്കിൽ. ഇവിടെ നമ്മൾ മെയിൻലി ഡീൽ ചെയ്യുന്ന ഇഷ്യൂസ് ആണ് സ്കിൻ റിലേറ്റഡ് ഇഷ്യൂസ്, ഹെയർ ഫോൾ, സമയത്തിനനുസരിച്ച്, പ്രായം അനുസരിച്ച്, കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് എല്ലാവരുടെയും സ്കിന്നിന് ചേഞ്ചസ് ഉണ്ടാവും. അതിനനുസരിച്ച് അസുഖങ്ങളും ഫേസ് ചെയ്യും. സോ ഹിയർ വി ഗിവ് എ ഹോളിസ്റ്റിക് അപ്രോച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ നോയിങ് വാട്ട് ഇസ് ദ കോസ് ആൻഡ് ദെൻ വി സ്റ്റാർട്ട് വിത്ത് ദ ട്രീറ്റ്മെന്റ്. നമുക്കിവിടെ സ്കിന്നിന് ബ്രൈറ്റനിങ് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, ലേസർ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, സ്കാർ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, MNR, CO2 ലേസർ, ഈവൻ ബ്രൈഡ്സിന് വേണ്ടിയിട്ട് ഹൈഡ്രാ ഫേഷ്യൽസ്, അങ്ങനെ പലതരത്തിൽ ബേസിക് ടു കോംപ്ലക്സ് ട്രീറ്റ്മെന്റ്സ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഹെയർ ലോസിന് വേണ്ടിയിട്ട് PRP, GFC, autosomal, exosomes, almost all kinds of treatments we provide here. We go through a holistic approach here and we find the apt solutions for them at our maximum effort. ഇനി സ്ഥാനാർത്ഥിയോടൊപ്പം. ഇന്ന് സ്ഥാനാർത്ഥിയോടൊപ്പം പരിപാടിയിൽ നമ്മോടൊപ്പമുള്ളത് 4ാം ഡിവിഷൻ കരിപ്പാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി രേഷ്മ രമേശനാണ്. ഒരു യുവ നേതാവിനെ തന്നെയാണ് ഇടതുപക്ഷം ഈ ഡിവിഷൻ പിടിച്ചെടുക്കുവാൻ വേണ്ടി രംഗത്തിറക്കിയിരിക്കുന്നത്. രേഷ്മ, ഞങ്ങളുടെ ചാനലിൽ സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. ആ പരിപാടിയുടെ ഭാഗമായിട്ട് രേഷ്മയെ കാണാനും തെരഞ്ഞെടുപ്പ് പ്രചരണ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുമാണ് ഞങ്ങൾ എത്തിയത്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നിട്ട് ഒരാഴ്ചയൊക്കെ പിന്നിട്ടല്ലോ. എത്ര റൗണ്ട് ഭവന സന്ദർശനം പൂർത്തിയാക്കി കഴിഞ്ഞു? ഞാനിപ്പോ 2 റൗണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞ്. ഇവിടെ 5 ബൂത്താണ് ഉള്ളത്. 5 ബൂത്തിലും ഞാൻ കയറി. ആൾക്കാർക്കിടയിൽ നിന്ന് നല്ല റെസ്പോണ്ടാണ് നിലയിൽ എനിക്കിപ്പോ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും അപ്പോ ആൾക്കാർക്കിടയിൽ ഒന്നുകൂടി ഇറങ്ങി, ഒന്നിലധികം പ്രാവശ്യം ഇറങ്ങി നല്ല രീതിക്ക് അവരായിട്ട് അവരൊരു ഫാമിലി മെമ്പർ എന്ന രീതിയിൽ ആയി തീരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭവന സന്ദർശനത്തിനാണ് രേഷ്മ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുക, ഇതാണ് ലക്ഷ്യം. ഇപ്പൊ നമ്മള് വോട്ടർമാരെ നേരിൽ കണ്ടപ്പോൾ ഇവിടെ നിലവിൽ സിറ്റിംഗ് കൗൺസിലർ UDF ആളാണല്ലോ. ഡിവിഷന്റെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വോട്ടർമാര് രേഷ്മയായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് നിലവിലിപ്പോ UDF സ്ഥാനാർത്ഥിയാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ചില വീടുകളിൽ കയറുമ്പോൾ കഴിഞ്ഞ കൗൺസിലറെ കുറിച്ച് കുറച്ചും മോശമായിട്ടുള്ള രീതിയിലുള്ള പരാമർശങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ അതിനിപ്പോ ഞാനാണ് ഇവിടെ ജയിച്ചു വരുന്നതെന്നുണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്വം. ഞാൻ ഡിവിഷന്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് അത്തരം വർത്തമാനങ്ങൾ പറയുന്നത്. അതെ അതെ അതെ, നിലവിൽ അങ്ങനെയാണ് സംസാരിച്ചത്. ഡിവിഷന്റെ ശോചനീയാവസ്ഥയും ശുചീകരണ പ്രശ്നങ്ങള്, അതേപോലെ തന്നെ കുടിവെള്ള പ്രശ്നങ്ങള്, ലൈറ്റ് ഇല്ലാത്ത പ്രശ്നങ്ങൾ, അതായത് ചില വീടുകളിൽ കയറുമ്പോൾ പെൻഷൻ തുക കൃത്യമായി കിട്ടാത്തൊരു പ്രശ്നം കൂടി പറയുന്നുണ്ട്. അതായത് ഇപ്പൊ 1600 രൂപയാണ് അവര് പെൻഷൻ എങ്കിൽ അതായത് 1300 രൂപ കിട്ടുന്ന ഒരു രീതിയും കാര്യങ്ങളൊക്കെ ചില വീടുകളിൽ കയറുമ്പോൾ സംസാരിച്ചൊരു അതുമായി ബന്ധപ്പെട്ട് അവരെ ബോധവൽക്കരിക്കാനും അതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാനും നിലവിലുള്ള അവര് തയ്യാറായില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് പലപ്പോഴും പല ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് എന്നെ അറിയിച്ചേക്കുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞേക്കുന്നത്, മോളാണ് ഇനിയിപ്പോ അടുത്ത കൗൺസിലിൽ വന്നേന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾക്കൊരു പരിഹാരം കണ്ടുപിടിച്ച് തരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആകെ കിട്ടുന്ന ആകെ ഒരു ആശ്രയം ആ ഒരു പൈസ മാത്രമാണ്, അല്ലാതെ വേറൊന്നും അവർക്ക് കിട്ടാനില്ല. അതുകൊണ്ടാണ് ആ ഒരു കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. പിന്നെ ചില സ്ഥലങ്ങളിൽ കുടിവെള്ളത്തിന്റെ പ്രശ്നം പറയുന്നുണ്ട്. 1.5 വെള്ളം വരുന്നത്. അപ്പൊ അത് വന്നു കഴിഞ്ഞാലും ചിലപ്പോ എപ്പോഴും വീട്ടിൽ ആൾക്കാരുണ്ടായി എന്ന് വരില്ലല്ലോ, എവിടെയെങ്കിലൊക്കെ പോകേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പൊ അതുകൊണ്ട് ഒരു നേരം വെള്ളം ഇട്ടാലേ വരുള്ളൂ. അതാണെങ്കിൽ ഒരുപാട് വീട്ടുകാരും ഉണ്ട് ആ വീട്ടിൽ വെള്ളം എടുക്കാനായിട്ട്. അപ്പൊ ആ ഒരു കുടിവെള്ളത്തിന്റെ പ്രശ്നം, അതേപോലെ തന്നെ ശുചീകരണം, നമ്മുടെ അധികാരവളത്തിലെ തോട് ഭയങ്കര ശോചനീയാവസ്ഥയിലാണ്. എന്നാലും കഴിഞ്ഞ കൗൺസിലർ അതിൻ്റെതായ രീതിയിൽ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് ഇപ്പൊ ഈ അടുത്ത് ഇലക്ഷൻ സംബന്ധിച്ചിട്ട് അവരിപ്പോ നന്നാക്കി കിടക്കുന്ന ഒരു പ്രവണത ഞാനത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ ആൾക്കാരും അത് തന്നെയാണ് പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അറവശാലകളൊക്കെ കൂടുതലാണ്. അപ്പൊ ആ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോ അമീബ പോലുള്ള രോഗങ്ങൾ കൂടുതലായിട്ട് വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ ആൾക്കാർക്ക് ആ ഒരു ശുചീകരണ പ്രവർത്തനം നല്ല രീതിക്ക് തോട് വളരെ വൃത്തിയായി മനോഹരമാക്കി വെക്കുവാനുള്ള ഒരു സംവിധാനത്തിലേക്ക് രേഷ്മ ആലോചിക്കുമെന്നാണ് രേഷ്മ പറയുന്നത്. അതെ അതെ, ഇപ്പൊ നമ്മുടെ ഇപ്പൊ കൊച്ചി നഗരസഭ ഭരിക്കുന്നത് ഭരണം LDF-ലായിരുന്നല്ലോ. സ്വാഭാവികമായിട്ട് രേഷ്മ വിചാരിക്കുന്നുണ്ടോ ആ LDF ഭരണത്തിന്റെ ഭാഗം
വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളതെന്ന് രേഷ്മ കരുതുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കഴിഞ്ഞ ഈ കാലയളവില് നല്ലൊരു വികസനമാണ് നമ്മുടെ നാട് ഇന്നുവരെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നാളും പല പല പാർട്ടിക്കാരും പല ആൾക്കാരും ഭരിച്ചെങ്കിലും ഇതേപോലെ ഒരു വികസനം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടിരുന്ന വരെ എന്താ പറയാ മേയർ അതിന് നല്ല രീതിക്ക് ഇവിടെ ഹാർഡ് വർക്ക് ചെയ്ത് പല പല കാര്യങ്ങള് അതെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങള് ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. അത് ഇവിടുത്തെ ജനങ്ങൾക്ക് പലർക്കും ഉപകാരപ്രദമായി മാറിയിട്ടുണ്ട്. എടുത്തു പറയാനാണെങ്കിൽ നമ്മുടെ അവിടുത്തെ ടവർ, അതായത് തുരുത്തിയിലെ ടവർ, അത് 397 കുടുംബങ്ങൾക്ക് 394 കുടുംബങ്ങൾക്ക് ഭയങ്കര എന്താ പറയാ താമസ സ്ഥലമില്ലാതെ കിടപ്പാടം മാറി മാറി താമസിക്കുന്ന കൊച്ചിയിലെ ഭൂരിപക്ഷം ആൾക്കാർക്കും കിടപ്പാടമില്ലാതെ 1 വർഷം 2 വർഷം അല്ലെങ്കിൽ കുറച്ച് നാള് കൂടുതൽ വാടകയും പണയത്തിനും കൊടുത്ത് വീട് മാറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം പേരും. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വലിയൊരു ഉപകാരമാണ് നമ്മുടെ ഈ ഒരു ഇടതുപക്ഷ സർക്കാർ ഇവിടെ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലത്തെ എടുത്ത് പറയാനാണെങ്കിൽ നമ്മുടെ ഫോട്ടോച്ചിൽ ഇപ്പോൾ വന്നിരിക്കുന്ന സമൃദ്ധി 20 രൂപക്ക് കിട്ടുന്ന ഭക്ഷണം എവിടെയും കിട്ടൂല അങ്ങനത്തെ ഒരു ഇത്. പക്ഷെ അത് ജനങ്ങളെല്ലാവരും ഒരു കൈ എന്താ പറയാ ഭയങ്കര ആത്മാർത്ഥമായിട്ട് സന്തോഷിച്ചാണ്, അതെ നല്ല രീതിക്കാണ് ആ ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരുപാട് പേരാണ് പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ഫുഡ് കഴിച്ച് നല്ല രീതിക്കുള്ള അഭിപ്രായം കാര്യങ്ങളും പറയുന്നു. ഇപ്പൊ അത് കൂടാതെ നമ്മുടെ പെൻഷൻ 2600 രൂപ ആക്കിയേക്കുന്നതാണ്. എന്ന് വെച്ചുകഴിഞ്ഞാല് കഴിഞ്ഞ പ്രാവശ്യത്തെ 1600 ഇപ്പൊ ഇത് 2000 രൂപ. ഒരുപാട് ആൾക്കാർ ഇന്നലെ പെൻഷൻ വാങ്ങിച്ചു, അതിന്റെ സന്തോഷങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ പിണറായി സർക്കാരാണല്ലോ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ നാടിന് നല്ല നല്ല വികസനങ്ങളും കാര്യങ്ങളും വരണം. അതേപോലെ തന്നെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരെ രംഗത്തിറക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നാടിന് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവാൻ പോണത്, അവർക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. ഭവന സന്ദർശനങ്ങളിലാണ് സ്ഥാനാർത്ഥി കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കൂടിയാണ് രേഷ്മ രമേശ്. ജീവിത ക്ലേശങ്ങൾക്കിടയിലും അടിപതറാതെ മുന്നേറുകയാണ് രേഷ്മ രമേശ് എന്ന യുവ സ്ഥാനാർത്ഥി. ഡിവിഷന്റെ വികസനത്തിന് നിരവധി സ്വപ്നങ്ങളുണ്ടെന്നും നിരവധി പദ്ധതികളുണ്ടെന്നും രേഷ്മ രമേശ് വ്യക്തമാക്കുന്നു. പാർട്ടിയോടൊപ്പവും ജനങ്ങളോടൊപ്പവും ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഡിവിഷന്റെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ കഴിയുമെന്നും അതിന് ജനങ്ങൾ അംഗീകാരം തരുമെന്നുമുള്ള ഉറച്ച വിശ്വാസത്തിലാണ് രേഷ്മ രമേശ്. രേഷ്മ രമേശിന്റെ വാക്കുകളിലേക്ക്. കൊച്ചി നഗരസഭ കഴിഞ്ഞ 74 ഡിവിഷനുകളിലേക്കും അല്ലെങ്കിൽ കൊച്ചി നഗരസഭയിൽ നടന്ന വികസന പ്രവർത്തനങ്ങളിൽ കാര്യമായ പങ്കാളിത്തം വഹിക്കാൻ ഈ ഡിവിഷന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ഡിവിഷനും അത്യാവശ്യം നല്ല പ്രവർത്തനങ്ങളും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. എന്നാലും അതായത് നഗരസഭയുടെ പശ്ചാത്തലത്തിൽ വരുന്ന വികസനമല്ലാതെ മറ്റു വികസനങ്ങൾ അങ്ങനെ മറ്റു വികസനങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ല. 5 വർഷം ഇപ്പോ മുൻ കൗൺസിലറോട് നിന്നിട്ടുണ്ടെങ്കിലും കാര്യമായിട്ടുള്ള ഒരു പ്രവർത്തനം നമ്മുടെ നാടിന് വന്നിട്ടില്ല. അല്ലാതെ ഉള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സ്വാഭാവികമായിട്ട് നഗരസഭ നടപ്പാക്കിയ പദ്ധതികൾ ആണ് ഇവിടെ നടന്നുകൂടിയേക്കുന്നത്. അതെ അതെ. അപ്പൊ അതുപോലെ തന്നെ ഇനിയിപ്പോ നമുക്കറിയാം ഏറെ വെല്ലുവിളികളിലൂടെയാണ് രേഷ്മ ഇപ്പോ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നത്. ഒരു ജനറൽ വാർഡിൽ രേഷ്മയെ പോലെ ഒരു യുവ നേതാവിനെ പാർട്ടി രംഗത്തിറക്കിയിരിക്കുന്നത് ഒറ്റ ലക്ഷ്യമായിരിക്കും. ഞാൻ അങ്ങനെ ലോക്കൽ സെക്രട്ടറി കൂടെ ഉണ്ടല്ലോ, പാർട്ടി രംഗത്തിറക്കിയിരിക്കുന്നത് ഈ ഡിവിഷൻ UDF നിന്ന് തിരിച്ചു പിടിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെയാണ്. ആ ലക്ഷ്യം നിറവേറ്റാൻ പരമാവധി രേഷ്മ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ല, അതിലുപരി ഞാൻ നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇതായിരുന്നു, നമ്മുടെ കോട്ടയായിരുന്നു നമ്മുടെ ഈ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത്. പക്ഷെ അത് സാഹചര്യങ്ങൾ മാറി വന്നപ്പോ അത് ഇപ്പോ മറ്റേ അവരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥികളാണ് ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ നിലവിൽ ഇപ്പൊ ഒരു ജനറൽ വാർഡാണ്. വലിയൊരു ഉത്തരവാദിത്വം പാർട്ടിയെ ഏൽപ്പിച്ചു തന്നിരിക്കുന്നുണ്ട്. അപ്പൊ അത് നല്ല രീതിക്ക് എന്നാൽ കഴിയുന്ന രീതിക്ക് ജനങ്ങളിലായിട്ട് ഇറങ്ങി ഈ ഒരു ഡിവിഷൻ എനിക്ക് തിരിച്ചു പിടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഞാൻ നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ചരിത്രം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതെ അതെ. പാർട്ടിയുടെ പിന്തുണ പൂർണ്ണമായിട്ടും കിട്ടുന്നുണ്ട്. മുന്നണിയുടെയും പാർട്ടിയുടെയും പിന്തുണ പൂർണ്ണമായും ലഭിക്കുന്നുണ്ട്. എല്ലാവരുടെയും പിന്തുണ എനിക്ക് കിട്ടുന്നുണ്ട്. അതായത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള പിന്തുണ അവരും എനിക്ക് തരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് പാർട്ടി എനിക്ക് വലിയൊരു സപ്പോർട്ടാണ് എനിക്ക് തരുന്നത്. അത് ഓരോരുത്തരെ എടുത്തു പറയാനല്ല, കുറെ പേരുണ്ട് അതില്. അപ്പൊ അതൊരു എന്നെ സംബന്ധിച്ചത് വലിയൊരു കാര്യമാണ്. ഇത്ര ആൾക്കാർ എനിക്ക് സപ്പോർട്ടിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പാർട്ടിയിലുള്ള ആൾക്കാരായിക്കോട്ടെ,
വർഗ സഞ്ചനങ്ങളായിക്കോട്ടെ, ജനങ്ങളായിക്കോട്ടെ, എല്ലാവരും എനിക്കൊരു രീതി, എല്ലാവരും നല്ല രീതിക്ക് സപ്പോർട്ടിങ് ആണ്. ഞങ്ങളിപ്പോ രേഷ്മയുടെ ജീവിത പശ്ചാത്തലം ഒന്നും പറയുന്നില്ല, ചോദിക്കുന്നില്ല. കാരണം അത് ഒരുപാട് പല വീഡിയോസ് അല്ലെങ്കിൽ ചാനലുകളിലൊക്കെ വന്ന് കഴിഞ്ഞതാണ്. അതായത് ഒറ്റമുറി വീട്ടിൽ കഴിയുന്ന അച്ഛന്റെ കാര്യങ്ങൾ, അച്ഛനാണ് ഒരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരുടെ അച്ഛൻ എന്നുള്ളതൊക്കെ. അങ്ങനെ ഒരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരാണ് രേഷ്മയും എന്നാണ് പൊതുവിലുള്ള സംസ്ഥാനം. അപ്പൊ അതുകൊണ്ട് അത്തരം പശ്ചാത്തലങ്ങളും ചോദിക്കും. അതൊക്കെ വോട്ടർമാർക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടിട്ട് അത്തരം പശ്ചാത്തലങ്ങളിലേക്ക് കടക്കുന്നില്ല. ഒറ്റ കാര്യം മാത്രം, ഈ ഡിവിഷന്റെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ മനസ്സിൽ ഈ ഡിവിഷന് വേണ്ടി ചെയ്യാൻ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ട്? കരുതി വെച്ചിട്ടുണ്ട്. മറ്റൊന്നല്ല, ഇവിടെ ഒരുപാട് യുവാക്കളുണ്ട് ഇവിടെ. അപ്പൊ അവർക്ക് കായികപരമായിട്ട് ഇവിടെ ടർഫും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ അവർക്ക് അതിൻ്റെതായ ഒരു സജ്ജീകരണ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ PSC കോച്ചിങ് സെന്ററുകൾ, ലേണേഴ്സ് പോലുള്ളവയൊക്കെ എല്ലാം തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പെൻഷൻ വാങ്ങിക്കുന്ന ആൾക്കാര് ഒരുപാട് പേര് അവിടെ വന്ന് ക്യൂ നിന്നൊക്കെയാണ് പെൻഷൻ വാങ്ങിക്കുന്നത്. അതൊന്നും ഒഴിവാക്കി കൈകളിലേക്ക് എത്തിക്കുന്ന ഒരു രീതി, നേരിട്ട് അവരുടെ കയ്യിൽ എത്തിക്കുന്ന ഒരു സംവിധാനമാക്കാനൊക്കെ ആഗ്രഹമുണ്ട്. ബാക്കിയെല്ലാം പിന്നാലെ കാണാം. അതായത് എല്ലാവർക്കും, അതായത് വയോജനങ്ങൾക്ക്, യുവാക്കൾക്ക്, വീട്ടമ്മമാർക്ക് എല്ലാവർക്കും പ്രയോജനകരമാവുന്ന പദ്ധതികളാണ് മനസ്സിൽ സൂക്ഷിച്ചിട്ടുള്ളത്. അതെ അതെ, തീർച്ചയായിട്ടും രേഷ്മ എന്ന യുവരക്തത്തെ ഈ ഡിവിഷൻ തിരിച്ചുപിടിക്കാൻ, UDF നിന്ന് തിരിച്ചുപിടിക്കാൻ, എന്ത് വിലകൊടുത്തും തിരിച്ചുപിടിക്കാൻ വേണ്ടിയാണ് പാർട്ടി രേഷ്മയെ രംഗത്തിറക്കിയിരിക്കുന്നത്. രേഷ്മക്ക് അതിന് കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.